പെൺകുട്ടി ഒട്ടും ഭംഗിയില്ലാതെ വൃത്തികേടായി തന്റെ മുഖം മനഃപൂർവ്വം മേക്കപ്പ് ചെയ്തു വെക്കുന്നു. നിശ്ചയിച്ച് ഉറപ്പിച്ച വിവാഹത്തിൽ നിന്ന് യുവാവ് പിന്മാറാൻ വേണ്ടിയിട്ടാണ് പെൺകുട്ടി അങ്ങനെ ചെയ്തിരുന്നത്. അതേസമയം പെൺകുട്ടിയുടെ എക്സ് ബോയ് ഫ്രണ്ടിനെ മറ്റൊരു പെൺകുട്ടിയുമായി ഡേറ്റിൽ കാണുന്നു. എക്സ് ബോയ് ഫ്രണ്ട് ആണെന്ന് കരുതി അയാളുടെ അടുത്ത് ചെന്ന് അവൾ വിചിത്രമായി പെരുമാറുന്നു. അയാളെ ഒരു ഹൃദയശൂന്യനായ വിഡ്ഢി എന്നും പറഞ്ഞ് അവൾ കളിയാക്കുന്നു. ആ യുവാവിന്റെ ഗേൾഫ്രണ്ട് ദേഷ്യപ്പെട്ട് അയാളുടെ മുഖത്തേക്ക് വെള്ളം ഒഴിച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. വിജയകരമായി പെൺകുട്ടി ആ ഡേറ്റ് കുളമാക്കുന്നു. ഉള്ളിൽ അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. എന്നാൽ അയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അത് തന്റെ എക്സ് ബോയ് ഫ്രണ്ട് അല്ല എന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അവൾ പരിഭ്രാന്തിയിൽ ആ മനുഷ്യനോട് ക്ഷമാപണം നടത്തുന്നു. അവന്റെ ഏത് തരത്തിലുള്ള ആവശ്യവും പെൺകുട്ടി അംഗീകരിക്കുമെന്ന് അയാളോട് പറയുന്നു. ഈ സമയം വിവാഹം കഴിക്കണമെന്ന് വീട്ടുകാരുടെ സമ്മർദ്ദമുണ്ടായിരുന്ന യുവാവട്ടെ അവളോട് നേരിട്ട് വിവാഹ അഭ്യർത്ഥന നടത്തുന്നു. അത് കേട്ട് പെൺകുട്ടി ഞെട്ടിപ്പോകുന്നു. അവൾക്ക് ഹലൂസിനേഷൻ സംഭവിക്കുന്നതാണോ എന്ന് തോന്നി. പക്ഷേ അയാൾ വളരെയധികം സുന്ദരനാണെന്നും തനിക്ക് വളരെയധികം ചേരുന്നയാളാണെന്നും തോന്നിയത് കൊണ്ട് തന്നെ പെൺകുട്ടി അയാളുടെ വിവാഹ അഭ്യർത്ഥനയ്ക്ക് സമ്മതം മൂളുന്നു. അന്ന് പെൺകുട്ടി നേരിട്ട് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്നു. ആ വീട് വിശാലവും ആഡംബരവുമാണെന്ന് പെൺകുട്ടി കണ്ടെത്തുന്നു. പക്ഷേ യുവാവ് കള്ളം പറഞ്ഞു അത് പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് വാടകയ്ക്ക് എടുത്തതാണെന്ന്. പക്ഷേ സാമ്പത്തികമായി പെൺകുട്ടിയും യുവാവും ഒരേ നിലയിലാണെന്ന് കണ്ടപ്പോൾ അവൾക്ക് ആശ്വാസം തോന്നുന്നു. അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സൗകര്യമുള്ള വീട് നോക്കിയെടുത്തതാണെന്ന് അയാൾ കൂട്ടിച്ചേർത്തു. അതിനുശേഷം അവൾ കുളിമുറിയിലേക്ക് പോയി കുളിക്കുന്നു. അവളുടെ മുഖത്ത് വൃത്തികേടായിരുന്ന മേക്കപ്പ് ഒക്കെ ഈ സമയം കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ കുളി കഴിഞ്ഞിറങ്ങിയ പെൺകുട്ടിയുടെ സൗന്ദര്യം കണ്ട് യുവാവ് സ്തബ്ധനാവുന്നു. രണ്ടുപേരും ഒരേ വ്യക്തി തന്നെയാണോ എന്ന് അയാൾക്ക് സംശയം തോന്നുന്നു. അടുത്ത സമയം യുവാവ് അവളുടെ മുടി ഉണക്കാൻ സഹായിക്കുന്നു. അവൾക്ക് അയാളോട് സ്നേഹം അനുഭവപ്പെടുന്നു. അവളുടെ ഉള്ളിലുള്ള സുരക്ഷിതത്വ ബോധം കൊണ്ടായിരിക്കാം അങ്ങനെ ഉണ്ടായതെന്ന് അവൾക്ക് തോന്നുന്നു. അവർ ഒരുമിച്ച് ഒരു അത്ഭുതകരമായ രാത്രി പങ്കിടുന്നു. രാവിലെ അവളെ ഉണർത്താതെ തന്നെ അയാൾ പുറത്തേക്ക് പോകുന്നു. ഓഫീസിലേക്ക് യുവാവിനെ കൊണ്ടുപോകാൻ വില കൂടിയ കാറിൽ അയാളുടെ സഹായി താഴെ എത്തിയിരുന്നു. ഈ സമയം പെൺകുട്ടിക്ക് ഒരു കോള് വരുന്നു. അവൾ എണീക്കാൻ താമസിക്കുന്നു എന്ന് മനസ്സിലാവുന്നു. പെൺകുട്ടി മുകളിൽ നിന്ന് താഴേക്ക് നോക്കുന്നത് അയാൾ ശ്രദ്ധിക്കുന്നു. കാർ ഓടിച്ചു പോകാൻ അയാൾ സഹായിയോട് ആംഗ്യം കാണിക്കുന്നു. അതിനുശേഷം അടുത്തുള്ള സൈക്കിളിൽ കയറി ഓഫീസിലേക്ക് പോകുന്നു. ഈ സമയം കൊണ്ട് തന്നെ യുവാവ് കമ്പനിയിൽ എത്തിയിരുന്നു. എന്നാൽ പെൺകുട്ടിയും അതേ കമ്പനിയിൽ തന്നെ ജോലിക്കായി എത്തിയിരുന്നു. അടുത്തടുത്തായി രണ്ടുപേരും കടന്നു പോകുന്നുണ്ടെങ്കിലും അവർ രണ്ടുപേരും അന്യോന്യം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പെൺകുട്ടി കമ്പനിയുടെ CEO കാണാൻ പോയി. അവളൊരു ഞെട്ടലോടെ മനസ്സിലാക്കി അത് തന്റെ ഭർത്താവായിരുന്നുവെന്ന്.